ജിന്ന് ജിന്ന് എന്ന് പറഞ്ഞാൽ യതശക്കൽ ബി അഷ്കാലി മുഖ്തലിഫത്തിൻ ഹത്തൽ കൽബി വൽ ഖൻസീർ വൽ ഖിറദി. കുരങ്ങിന്റെ കോലത്തിൽ ആർക്ക് മാറാൻ ആർക്ക് കഴിയും? ജിന്ന് കഴിയില്ലേ? നായന്റെ കോലത്തിൽ മാറാൻ കഴിയും, പന്നിന്റെ കോലത്തിൽ മാറിയും, കുരങ്ങിന്റെ കോലത്തിൽ മാറാൻ കഴിയും. ആർക്ക്? ജിന്നിന്. നിങ്ങൾക്കൊരു പിടുത്തം കിട്ടാത്തതുകൊണ്ടാണ് ഈ ദുനിയാവിനെ പറ്റി നിങ്ങൾക്ക് ഒരു ആവറേജ് പിടുത്തമില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഇതിലൊക്കെ സംശയിക്കുന്നത്. നിങ്ങൾ ഈ ലോകത്തിനൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇപ്പൊ ഞാൻ ഉറുമ്പ് എന്ന് പറഞ്ഞ ഞാൻ ഇപ്പൊ ഉദാഹരണം പറയാം. ഉറുമ്പുകളിൽ തമ്മിൽ എന്തുണ്ടായി? ഒരു രാജാവായ ഉറുമ്പ്, കുറെ പ്രജകളായ ഉറുമ്പുകളും. രാജാവായ ഉറുമ്പിനെ ഞാൻ സഹായിക്കുന്നു എന്ന് സങ്കല്പിക്കുന്നു. അപ്പൊ ഒരു ഉറുമ്പ് മറ്റേ രാജാവായ ഉറുമ്പ് പറഞ്ഞ് പ്രജകളായ ഉറുമ്പുകളോട്, നിങ്ങൾ പേടിക്കണ്ട, നമുക്ക് റഹ്മത്തുള്ള ഖാസിമുള്ള കാലത്തോളം ഒന്നും സംഭവിക്കൂല. മനസ്സിലാണ്ട പറഞ്ഞത്? ഇവിടെ അടുത്തൊന്നും ഭക്ഷണമല്ല, പിന്നെ ഭക്ഷണം കൊണ്ടുവരാൻ ഉറുമ്പുകൾ കൊണ്ട് കഴിയൂല. അപ്പോൾ ഞാൻ പറയാ, ഉറുമ്പ് മറ്റേ ഉറുമ്പിനോട് പറഞ്ഞു, എന്ത് ഖാസിമുള്ള കാലത്തോളം പ്രശ്നമില്ല. അദ്ദേഹം കോഴിക്കോട് ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ലഡു വാങ്ങി വരും, ഇവിടെ വെച്ചു കൊടുക്കും. ഒരു ലഡു എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലഡു എന്ന് പറഞ്ഞാൽ ഒരു ലഡുവിന്റെ ഉള്ളിൽ ഉറുമ്പ് പെട്ടാൽ ഉറുമ്പ് ചത്തുപോകും. അപ്പൊ മറ്റേ ഉറുമ്പുകൾ പറഞ്ഞു, ലഡു ഒന്നും ഒരാൾക്ക് ഒറ്റക്ക് കൊണ്ടുവരാൻ കഴിയൂല. അപ്പൊ പറഞ്ഞു, എന്റെ ഒരാളുണ്ട്, മൂപ്പര് കൊണ്ടുവരും. മൂപ്പര് ഒരു ലഡു അല്ല 1000 ലഡു ഒന്നിച്ചുകൊണ്ടിരും. അതിനിപ്പം ബേജാറാണ്. എന്തിനാ? അതിന്റെ ഫിസിക്കലായ കഴിവല്ലേ. ഇതിനപ്പുറം ഇതിനൊരു ധാരണ ഇല്ല, എന്റെ അടുത്തില്ല. ഇത് കറാമത്താണോ? ഒരു ലഡു വെച്ച് ഞാൻ തോളിൽ കൂടി വെച്ചുകൊടുത്താൽ ഉറുമ്പ് ചത്തുപോകും. പക്ഷെ രാജാവായ ഉറുമ്പിനെ ഞാൻ സഹായിക്കും. മനസ്സിലാണ് പറഞ്ഞത്? അയ്യുക്കും യഗ്തീനി ബിഅർശിഹാ ഖബ്ല അൻ യഗ്തൂനി മുസ്ലിമീൻ. മനസ്സിലാണ് പറഞ്ഞത്? 1000 ലഡു ഇന്ന് ആർക്കാണ് ഇവിടെ ക്ലാസ് 2 മണിക്ക് ക്ലാസ് തുടങ്ങുമ്പോഴത്തേന് 1000 ലഡു ആർക്കാ കൊണ്ടുവരാൻ കഴിയുക എന്ന് ചോദിച്ച്. അപ്പോൾ എന്ത് പറഞ്ഞ്? ഒരു ഉറുമ്പ് പറഞ്ഞ്, എന്ത്, ഞമ്മക്കൊരാളുണ്ട്, മൂപ്പര് കൊണ്ടുവരും. മിനൽ ജിന്നി, എനിക്കൊരാളുണ്ട്, അയാൾക്ക് കൊണ്ടുവരാൻ കഴിയും. ആര് പറഞ്ഞു? ഈ ഒരു ഉറുമ്പ് പറഞ്ഞ്, എനിക്കൊരാളുണ്ട്, അയാൾ കൊണ്ടുവരുന്നാണോ? എത്ര കൊണ്ടുവച്ചിട്ട് ആള് അയാൾ ഇങ്ങനെ ഒറ്റപ്പിടുത്തത്തിന് 1000 എന്താ പറയാ ലഡു അയാൾ ഇങ്ങനെ പൊന്തിച്ചു കൊണ്ടുവരും. മറ്റേ കയ്യിൽ ഇങ്ങനെ 1000 കൊടുത്താൽ അതും പോയി കൊണ്ടുവരുന്നായിരുന്നു. അപ്പൊ ബാക്കിയുള്ള ഉറുമ്പുകൾ പറഞ്ഞു, നോളെ പറയാണ്, നടക്കാത്ത കാര്യമാണ്. ഒരൊറ്റ ലഡുവിന്റെ അടിയിൽപ്പെട്ടാൽ തന്നെ ഉറുമ്പി കത്തും. അതേ സമയത്ത് ഞാൻ 1000 ലഡു ഇങ്ങനെ തൂക്കി പിടിച്ചുകൊണ്ടിരുന്ന് പറഞ്ഞാൽ അതുണ്ടോ? അല്ലേ? അതില്ലേ? നടക്കൂലേ? പറയും മനുഷ്യന്മാരെ, അത് നടക്കുമല്ലേ? നടക്കുമല്ലോ. ഈ ഞാനാണ് ആരെ സഹായിക്കണത്? ഉറുമ്പിനെ. ഇതേ വാക്ക് മനുഷ്യന്റെ കാര്യത്തിൽ വെച്ച് നോക്ക്. ഇത് കറാമത്തല്ല, ഇത് ഫിസിക്കലായ കഴിവാണ്. നീ ഉറുമ്പിന്റെ സ്ഥാനത്ത് ആരെ സങ്കല്പിക്ക്? മനുഷ്യനെ. ഈ മനുഷ്യനെ ഒരാൾ സഹായിക്ക, ഒരു ശൈത്താന്റെ കഴിവ് എത്ര ഭയങ്കര കഴിവ്. അറബിക്കടലൊക്കെ ഒന്ന് ഇങ്ങനെ കേൾക്കാനുണ്ടാവുള്ളൂ. അവരെ കൂട്ടത്തിലുള്ള ആളുകൾക്ക് വളരാൻ കഴിയും. ഒന്നിങ്ങനെ കവച്ചേക്കാനുണ്ടാവുള്ളൂ. എന്ത്? ഒന്നിങ്ങനെ കിടക്കാനേ ഉള്ളൂ, ചാടാനേ ഉള്ളൂ. തിരൂരിലുണ്ടല്ലോ ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ ഒരു കല്ലുണ്ട്. ആ കല്ല് വന്ന് ലങ്കയിലേക്ക് ചാടിയിട്ടുണ്ട് ഹനുമാന്. തിരൂരിൽ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ നിന്ന് ലങ്കയിലേക്ക് ചാടിയിട്ടുണ്ട് ആര്? ഹനുമാൻ. കാര്യങ്ങളെ മനസ്സിലാക്കാൻ ഒരു നിലക്ക് തയ്യാറാകാത്ത ആളുകൾക്ക് ഇവിടെ ഒരു പ്രശ്നമില്ല. ആ ജിന്നിൽപ്പെട്ട എനിക്കൊരു ഉറുമ്പിനെ സഹായിച്ചൂടെ? ഞാനും ഉറുമ്പും അങ്ങ് ചങ്ങായിയായി. ഒരു ഉറുമ്പ് ഞാൻ ആ ഭാഗം നമ്മൾ ശ്രദ്ധിക്കാത്തോണ്ടല്ലേ? നമ്മൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചവരുണ്ടായിട്ടില്ലേ? ഉറുമ്പിനെ ശ്രദ്ധിച്ചിട്ട് ഉറുമ്പിനനുസരിച്ച് ചിരിച്ചില്ലേ സയ്യിദുനാ സുലൈമാൻ? അങ്ങനെയുള്ളവരുണ്ടല്ലോ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ. എനിക്കും നിങ്ങളും എങ്ങനെ നമുക്കറിയാൻ ശ്രദ്ധയില്ലാത്തതുകൊണ്ടല്ലേ? ശ്രദ്ധിക്കണവർക്കൊരു ഉറുമ്പിനെ തന്നെ ചങ്ങായി ആയിക്കൂടെ?
അത് നമ്മൾ സൗകര്യം ചെയ്തു കൊടുക്കുന്നു. അവിടെ ഉറുമ്പിന്റെ വാക്ക് കേട്ട് നടക്കുന്ന ആളാരാ? മാനത്ത് പറക്കണ ആള് സയ്യിദ്നാ സുലൈമാന്. അപ്പൊ ഇതിലൊന്നും യാതൊരു സംശയം വേണ്ടക്കേണ്ട ആവശ്യമേ ഇല്ല. ജ്യോത്സ്യന്മാരെ കഴിവെന്ന് പറയുമ്പോൾ ജ്യോത്സ്യന്മാർക്ക് എന്ത് പിശാച് സഹായിക്കാണ്, പിശാചിനെ ചങ്ങായിത്തം കിട്ടുക എന്നുള്ളതാണ്. പിശാചിനെ ചങ്ങായിത്തം കിട്ടുക. ജിന്നുകളായ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റൂലേ? ഞാൻ ഈ അടുത്ത ദിവസം കൂടി അതുമായി ബന്ധപ്പെട്ട ചില കിതാബുകൾ പഠിച്ചിട്ടുണ്ട്. ആക്കാമുൽ മർജാൻ എന്നൊരു കിതാബുണ്ട്, ആക്കാമിൽ. ഇതിന്റെ ഭയങ്കര ചർച്ചകളുണ്ട്. ഈ ആഴ്ച ആ കിതാബ് നോക്കിയിട്ടുണ്ട്. ആക്കാമല്ല, അൽ-ലുഖത്ത് വൽ മർജാൻ, അൽ-ലുഖത്ത് വൽ മർജാൻ എന്നൊരു കിതാബുണ്ട്. അപ്പൊ ആ കിതാബിൽ പറയുന്ന ചില സംഭവങ്ങൾ, ഉദാഹരണം ജിന്നായ പെണ്ണിനെ കെട്ടാൻ പറ്റോ ഇല്ലേ, അത് ഹറാമാണ് എന്ന അഭിപ്രായം ഫുഖഹായിനുണ്ട്. ഈ അഭിപ്രായം വെച്ചിട്ട് അവിടെ ലുഖത്തിൽ പറയുന്നുണ്ട്, നടക്കുന്ന കാര്യമായത് കൊണ്ടാണല്ലോ ഹറാമാക്കിയത്. നടക്കാത്ത കാര്യമാകുമ്പോ എന്ത് ചെയ്യൂല, ഹറാമാക്കൂലല്ലോ. കള്ള് കുടിക്കൽ ഹറാമാണ്, ബഹറിലെ വെള്ളം മുഴുവനും കുടിച്ചു തീർക്കൽ ഹറാമാണ് എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? കള്ള് കുടിക്കൽ ഹറാമാണ്. ഈ ദുനിയാവിലെ എല്ലാ ബഹറിലെയും വെള്ളം ഒരാൾ കുടിക്കൽ ഹറാമാണെന്ന് ഏതെങ്കിലും കിതാബിലുണ്ടോ? എന്തുകൊണ്ട്? അത് അസംഭവ്യമാണ്. അസംഭവ്യമായ കാര്യം ഹറാമായി എഴുതിയേക്കൂല. നടക്കാത്ത കാര്യം തന്നെ ഹറാമാന്ന് എഴുതിയേക്കണ്. നടക്കണ കാര്യമല്ലേ ഹറാമാന്ന് എഴുതിയേക്കുള്ളൂ. അപ്പോൾ ജിന്നുകളെ പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പറ്റുമോ? ജിന്നുകളായ പുരുഷന്മാർക്ക് നമ്മളെ പെണ്ണുങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ? ഈ ചർച്ചയിൽ ഫുഖഹായിലെ പ്രധാനപ്പെട്ട അഭിപ്രായം ഹറാമാണെന്നാണ്. അല്ല എന്ന അഭിപ്രായവും ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. ലോക ചരിത്രത്തിൽ ജിന്ന് പെണ്ണുങ്ങളെ കെട്ടിയ എത്രയോ ആളുകളുണ്ടല്ലോ. ജിന്നുകളായ പെണ്ണുങ്ങളെ കല്യാണം കഴിച്ചവര് എത്രയോ ഉണ്ട്. മനുഷ്യ പെണ്ണുങ്ങളെ ജിന്നുകൾ കല്യാണം കഴിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇങ്ങോട്ടുണ്ട് അങ്ങോട്ടുണ്ട്. അതെങ്ങനെ? ഇവർക്ക് വേണ്ടി ഇവർ ചെറുതായി കൊടുക്കും. ഒറ്റച്ചാട്ടത്തിന് അമേരിക്കയിലെത്തുന്ന ജിന്ന് പെണ്ണ് ഒരു മനുഷ്യനായ ഒരു പുരുഷനിൽ അനുരക്തയായി. അപ്പോൾ എന്ത് ചെയ്യാ? അത്രയും വലിയ പറക്കാൻ കഴിയുന്ന ജിന്ന്, പറക്കാനും കഴിയുമല്ലോ. ഒറ്റച്ചാട്ടത്തിന് ആകാശത്തിലെത്താൻ കഴിയും ജിന്നിന്. ആ ജിന്ന് പെണ്ണ് ഒരു മനുഷ്യനായ പുരുഷനിൽ അനുരക്തയായി. മനസ്സിലായല്ലോ? അപ്പോൾ പിന്നെ ഇയാളെ ആവശ്യത്തിന് വേണ്ടി ഈ പെണ്ണ് എന്തായി കൊടുക്കും? പെണ്ണായി ചെറുതായി കൊടുക്കും. അതിനും കഴിയും. മേലേക്ക് ചാടാൻ അതിനും കഴിയും. പുതിയാപ്പിളിനെ കൊണ്ട് ഒറ്റച്ചാട്ടം അറഫയ്ക്ക് ചാടാൻ കഴിയും. അജിനന്ന് ഏറാൻ കിട്ടിക്കോളും, ഞങ്ങളെ കൊണ്ടുപോകാറുണ്ട്. ഭാര്യ ആരായിരുന്നു? ജിന്ന്. നിങ്ങൾ ഏറാൻ കിട്ടിയാൽ ഞങ്ങളെ കൊണ്ടുവരും. ഒറ്റച്ചാട്ടം വിശ്വസിച്ചോളെ, ഇന്നെ പിടിച്ചോളി എന്ന് പറഞ്ഞു. പക്ഷെ പേടിക്കണം, ചിലപ്പോൾ കടലിലൂടും. അതോടുകൂടി ജീവൻ പോവുകയും ചെയ്യും. നമ്മക്കത് നോക്കിക്കൂടെ? നടക്കുന്ന കാര്യമല്ല, ജീവൻ പോണ കാര്യമാണ്. പക്ഷെ ചർച്ചകൾ ഉണ്ട്. ഈ വിഷയത്തിലൊക്കെ വലിയ ചർച്ചകൾ നടന്നിട്ടുണ്ട്. സംഭവിച്ച സംഭവങ്ങളും ഉണ്ട്. നൂറുകണക്കിന് സംഭവങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൂറുകണക്കിന് സംഭവങ്ങൾ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നൂറുകണക്കിന് സംഭവങ്ങൾ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുസ്തഫ നബിയുടെ കാലത്തും ശേഷമുള്ള കാലത്തും ഒക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത് എന്താണെന്നറിയോ? മനുഷ്യർക്ക് വേണ്ടി ഈ പിശാചുക്കൾ, ഇപ്പൊ ഞാൻ പറഞ്ഞ ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ പോലും ഇതിനു വേണ്ടി ഇങ്ങനെ സൗകര്യം ചെയ്തു കൊടുക്കുന്നത് പോലെ ചില ആളുകൾ പിശാചുക്കളായ ജിന്നുകളെ അണ്ടാദിക്കും. ആ അണ്ടാദിക്കുന്ന ആളുകൾ അടുത്തേക്ക് മനുഷ്യക്കോലത്തിൽ ആര് വരും? ഈ പിശാച് വരും. ഈ കാര്യങ്ങളൊക്കെ ഞാൻ നടത്തി തരാന്നറിയും. അവ ചോദിക്കും. ഉദാഹരണം പറയാം. ഒരു ശൈത്താനെ അണ്ടാദിക്കുന്ന ഒരാളെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നു. എനിക്ക് ഇന്നാലിന്ന കാര്യങ്ങളുണ്ട്, എന്റെ കാര്യങ്ങൾ ലെവലാക്കി തരണം, ഇന്നാലിന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ പറഞ്ഞേ, കാര്യം ലെവലാക്കി തരാം, പക്ഷെ എനിക്ക് 5000 റുപ്യ തരണം. അപ്പൊ അയാൾ പറഞ്ഞ 5000 റുപ്യ എൻ്റെ അടുത്തില്ല. അപ്പോൾ ആ സമയത്ത് ഇയാൾ പറഞ്ഞ 5000 റുപ്യ
5000 ഉറുപ്പ്യ അല്ലാണോ? എൻ്റെ പെട്ടിയും ബാഗിലും മുഴുവനും കൂടി നോക്കിയാൽ 5537 ഉറുപ്പ്യ ഉണ്ടല്ലോ. 537 ഉറുപ്പ്യ വരെ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ 5000 നാള ബാഗ് മുമ്പിൽ എണ്ണി നോക്കി, കൃത്യം 5500. അപ്പം മുമ്പ് വിചാരിച്ച ഔലിയപ്പാപ്പയല്ല. ഒരു സെക്കൻഡ് കൊണ്ട് ഇയാളെ മൊത്തം എണ്ണാൻ ആർക്ക് കഴിയും? ജിന്ന് കഴിയും. ജിന്ന് പറഞ്ഞു കൊടുത്താണ് ഇയാൾക്ക്. അതിലൊരു കറാമത്തില്ല ചങ്ങായി. എന്ത് കറാമത്താള്? തലയ്ക്ക് കയറാത്ത, തല ലെവലാകാത്തോണ്ടാണ്. ജിന്ന് എന്ന വർഗത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അല്ല, ജിന്ന് എന്ന വർഗത്തെ നിഷേധിച്ചോ കാഫറല്ലേ? ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ? മിനൽ ജിന്നത്തി വന്നാസ് എന്ന് പറഞ്ഞില്ലേ? ഖലഖൽ ഇൻസാന മിൻ സൽസാലിൻ കൽ ഫഖാർ വ ഖലഖൽ ജാന്ന മിൻ മാരിജി മിൻ നാർ എന്ന് പറഞ്ഞില്ലേ? നമ്മളുണ്ടാക്കിയ സാധനം എന്താ? മണ്ണെന്ന്. മണ്ണിന്റെ പോക്ക് താഴത്തേക്കല്ലേ? അവര് തീയുടെ നാള, അതിന്റെ പോക്ക് മോൾക്കല്ലേ? അതിനൊറ്റ ചാട്ടം ചാടാൻ കഴിയുമല്ലോ? നമുക്കത് കഴിയൂല. നമ്മളെ വളവും അവര് മേലേക്ക് പോണ വളവും നമുക്ക് താഴത്ത് പോണ വളവും അല്ലേ? എന്താ നിങ്ങളത് മനസ്സിലാക്കാത്ത? അതിലൊരു അത്ഭുതമല്ല. നിങ്ങൾ ഒരു ജോത്സ്യന്റെ അടുത്ത് ചെന്ന്, അപ്പൊ ജോത്സ്യൻ പറഞ്ഞ് പൊരന്റെ തെക്കേ ഭാഗത്തെ മൂലയില് നിങ്ങളുടെ അച്ഛന്റെ മുത്തച്ഛന്റെ കാലത്ത് 320 കൊല്ലം മുമ്പ് ഇന്നാലിന്റെ സാധനം കുഴിച്ചിട്ടുണ്ട്. നിങ്ങളവിടെ കളക്കണമെങ്കിൽ ആ സാധനം അവിടെ ഉണ്ട്. പിന്നീട് മണ്ണ് വന്ന് കൂടിയിട്ട് ആദ്യമേൽ ഒരു 10 മീറ്റർ എങ്കിലും അത് അവിടെ കളക്കണം, എന്നാലേ സാധനം കിട്ടുള്ളൂ. 10 മീറ്റർ കളച്ചാൽ ആ സാധനം കിട്ടും. അപ്പൊ നിങ്ങൾ വിചാരിക്കണ്ട ഇയാൾ ഔലിയപ്പാപ്പയാണെന്ന്. അല്ല, ഇത് ഇയാൾക്ക് ജോത്സ്യന് പറഞ്ഞു കൊടുത്ത പിശാചിന് 1000 വയസ്സുണ്ടാവും. ഈ സംഭവം നടക്കുന്ന കാലത്ത് അയാൾ ജീവിക്കുന്നുണ്ടാവും, ഹാലറുണ്ടാവും. ചിലപ്പോൾ ആ കൂടോത്രം ചെയ്യാൻ ഇയാൾ കൂടിയിട്ടുണ്ടാവും. ആര്? ഈ ശൈത്താന്. പഴയ തലമുറയിൽ എന്തോ ഒരു കൂടോത്രം ചെയ്തു വെച്ചിട്ടുണ്ട് ആ മണ്ണിൽ. അതിന്റെ സുഖം ഇയാൾ അനുഭവിച്ചിട്ടുണ്ട്. ആര്? ഈ ശൈത്താനടോ. അന്നത്തെ ജോത്സ്യൻ ഇയാളെ അണ്ടാദിച്ചപ്പോൾ ഈ കൂടോത്രം ചെയ്തു കൊടുത്തു. പിൽക്കാലത്ത് ഈ കൂടോത്രം അയച്ചു കൊടുക്കാൻ വേണ്ടി അണ്ടാദിച്ചു. അപ്പൊ ഇത് അയച്ചു കൊടുക്കാൻ വേണ്ടി അയാൾ എന്ത് പറഞ്ഞു? ആ സാധനം എടുത്ത് മാറ്റണം. ഈ സാധനം അവിടെ വെക്കാൻ ആരാ സഹായിച്ച്? 320 കൊല്ലം മുമ്പ് സഹായിച്ചതാരാ? ഈ ശൈത്താൻ. 1000 വയസ്സുണ്ടാവൂലേ? ശൈത്താന്റെ മുലകുടി പ്രായം എന്ന് പറഞ്ഞാൽ 40 വയസ്സാ. 40 കൊല്ലം മുല കുടിക്കും. ഉമ്മയിന്ന് മുല കുടിക്കും ആര്? ജിന്നുകൾ മുല കുടിക്കും. ജിന്നുമ്മയിൽ നിന്ന് ജിന്നു കുഞ്ഞ് മുല കുടിക്കും 40 കൊല്ലം. നമ്മളോ നമ്മൾ മുല കുടിക്കേണ്ടത് എത്ര? 2 കൊല്ലം. അവര് മുല കുടിക്കേണ്ടത് എത്ര? 40 കൊല്ലം. അവർക്ക് പ്രായപൂർത്തിയാകണമെങ്കിൽ 180 വയസ്സാകണം. നമുക്കോ 10 വയസ്സിൽ പ്രായപൂർത്തിയാവൂലേ? അതുവരെ ജിന്നു കുട്ടികൾ അങ്ങനെ ഉറങ്ങും. വർക്കന്മാരാണ് ആര്? ജിന്നുകള്. അങ്ങനെ ഉറങ്ങും. അവർക്കൊരു ഉഷാറായി ലെവലായി പണി തുടങ്ങി 80 കൊല്ലം കഴിയണം. നമ്മളോ ഒരു ജിന്നും ഒരു ഇൻസും ഒരേ ദിവസം ജനിച്ച്, ഒരു ജിന്നും ഒരു ഇൻസും ഒരേ ദിവസം ജനിച്ചു എന്ന് സങ്കല്പിക്ക്. എങ്കിൽ മറ്റേ ജിന്ന് പെണ്ണിട്ടാനാകണമെങ്കിൽ ഈ ആള് മരിച്ചിട്ട് ബാപ്പ മരിച്ച് മകൻ മരിച്ച് മകന്റെ അടിയന്തരം കഴിഞ്ഞാലേ മറ്റൊരു പ്രായപൂർത്തിയാവുള്ളൂ. 180 വയസ്സ് കഴിഞ്ഞാലേ ഇവർക്ക് എന്താവുള്ളൂ? പ്രായപൂർത്തിയാവുള്ളൂടോ. 1000 കൊല്ലൊക്കെ ആയുസുണ്ടാവും ഇവർക്ക്. നിങ്ങളത് പഠിക്കാത്തോണ്ടാണ് ഈ. അപ്പൊ ഇന്നാലെന്നെ ജോത്സ്യം പറഞ്ഞ് തെക്കേ മൂലയില് തരാം കൊല്ലം 300 കൊല്ലം മുമ്പ് കുഴിച്ചിട്ടിട്ടുണ്ട്. ഓ ചാടി ഇങ്ങനെ പറഞ്ഞ് ഇച്ചി ബേജാറാണ്ട. ഒക്കെ ഇയാളറിയും. ജോത്സ്യന്മാരെ അടുത്തേക്കുള്ള ചികിത്സ പറ്റൂലാൻ. പൈശാചികമായ ചികിത്സ പറ്റൂലാൻ. ജോത്സ്യനല്ലാൻ മൂല്യരാണെങ്കിൽ പറ്റൂലാൻ. ഞാൻ എന്റെ വാക്ക് കേൾട്ടോളി. തലയെ കെട്ടിയാലും പാടില്ല, തൊപ്പിട്ടാലും അല്ല, പിന്നെ നിസ്കാര ടൈമുണ്ടായാലും പാടില്ല. ശൈത്താൻ വഴിയുള്ള ചികിത്സ ഇസ്ലാമിൽ ഹറാമാണ്. അത് മൂല്യം നടത്തിയാലും പാടില്ല. പറയ്, ജോത്സ്യം നടത്തിയാലും വേണ്ടില്ല. ഇസ്ലാമിൽ അത് ഹറാമാണ്. എന്നാൽ ഒരു സാലിഹായ മനുഷ്യനെ ജിന്ന് സഹായിച്ചൂടെ? സഹായിക്കാം. എന്തുകൊണ്ട്? ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വാലിഹ്യങ്ങൾ ഉണ്ട് എന്ന് ഖുർആനിലുണ്ട്. ആര് പറഞ്ഞു? ജിന്നുകൾ പറഞ്ഞു. ജിന്നുകൾ സഹായിക്കാൻ പറ്റും.
എടോ ഇഫ്രീത്ത് എന്ന കള്ളൻ ഹംക്ക്, ആയിരക്കണക്കായ കൊല്ലങ്ങൾ ജീവിക്കുന്ന ഹംക്ക്, വലിയ വലിയ മലകൾ പൊന്തിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഈ ജിന്നുകളെ കൂട്ടത്തിൽ ഇഫ്രീത്ത് എന്ന ഹംക്കുണ്ടെങ്കിൽ ആരുണ്ട്? അന്നാമിന്ന സ്വാലിഹുന ആരുണ്ട്? സൂറത്തുൽ ജിന്നിലില്ലേ ഇത്? ഇങ്ങനെ ഈ ഹിമാലയം പൊട്ടിച്ചു കൊണ്ടുവരാൻ ശൈത്താനായ ജിന്നിന് കഴിയുമെങ്കിൽ ഈ ജിന്ന് ആരും ആവും? സ്വാലി ആവുന്ന ഖുർആനിലല്ലേ? അപ്പൊ അയാൾക്കും കഴിഞ്ഞൂടെ? അത് അയാൾക്കും ആയിരക്കണക്കിന് ആയുസ് ഉണ്ടായിക്കൂടെ? ഒരു സ്വാലിഹായ മനുഷ്യനെ ആര് സഹായിക്കാം? സ്വാലിഹായ ജിന്ന് സഹായിക്കാം. ജിന്നുകളെ കൊണ്ട് ചികിത്സിക്കുന്നവർ മുഴുവനും ആരല്ല? ശൈത്താനി അല്ല. അത് മനസ്സിലാക്കണം. കാരണം ജിന്നുകളെ കൂട്ടത്തിൽ രണ്ടുണ്ട് ഖുർആനിലില്ലേ? അൽ മുഅ്മിനൂന ബഅ്ളും ഔലിയാഉ ബഅ്ളിൻ, മുഅ്മിനീങ്ങൾ തമ്മിൽ സഹായിക്കുന്നു ഖുർആനിലില്ലേ? ഇതിൽ ഞാൻ എന്ത് പ്രശ്നമുള്ളത്? അൽ മുഅ്മിനൂന ബഅ്ളുഹും ഔലിയാഉ ബഅ്ളിൻ ഇല്ലേ? മുഅ്മിനീങ്ങൾ തമ്മിൽ സഹായിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കും. അത് മുഅ്മിനീങ്ങളായ ജിന്നുകൾ മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ സഹായിക്കാം. ഇനി മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരെ ആര് സഹായിക്കാം? ജിന്നുകളെ സഹായിക്കാം. തിരിച്ചു പറയാം. ഒരു ജിന്ന് കുടുംബത്തിലൊരു വിഷയം ഉണ്ടായാൽ ഒരു ഇൻസിനോട് പറയാം, നമ്മുടെ കുടുംബത്തിൽ വിഷയമുണ്ട്, നിങ്ങൾ ദ്വാരക്കണം.